യെസ് ഹലോ ചോ ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ഏത് പോയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ചെയ്തേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് പോയം ആയിക്കോട്ടെ, ചോക്ക് ആയിക്കോട്ടെ, ഖുശ്ബു റസ്തേ ഹയാത്ത് ആയിക്കോട്ടെ, ഏത് പോയം വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം എന്നൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. 4 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതൊരു വീഡിയോ ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ച് വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോ. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഇൻട്രഡക്ഷൻ ആണ് അല്ലേ, എപ്പോഴും എന്താണ് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം, പിന്നെ ഒരു ബോഡി കൊടുക്കണം, പിന്നെ ഒരു കൺക്ലൂഷൻ ആണ് എപ്പോഴും ഒരു ആസ്വാദന കുറിപ്പ് സൂപ്പറാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. സോ ഇൻട്രഡക്ഷൻ നോക്കുവാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എഴുതണം കവിത ക ശീർഷക്. ഏതാണ് കവിതയുടെ ശീർഷകം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ ഏതാണെന്ന് മെൻഷൻ ചെയ്യുന്നു. ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ഒരു ടൈറ്റിൽ എന്തായാലും കൊടുക്കണം. ഓക്കെ, ടൈറ്റിൽ നിങ്ങൾക്ക് എന്താണോ ആ ഒരു കവിതക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതണം, കവിത ക ശീർഷക്. കവിത ക ശീർഷക് എന്ന് പറയുന്നത് ഖുശ്ബു റസ്തേ ഹാത്ത് എന്നാണ് എന്ന് നിങ്ങൾ എന്ത് മെൻഷൻ ചെയ്യുന്നു. ഉറപ്പിച്ചോ 100% ഖുശ്ബു റസ്തേ ഹാത്ത് തന്നെയായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അതൊന്ന് വെച്ച് പഠിച്ചു വെച്ചോളൂ. അതിന് കൂടെ തന്നെ ഇസ്കെ രചയിത പ്രസിദ്ധ കവി ആരാണ്, അരുൺ കമൽ ആണ് അല്ലെ. സോ ഇസ്കെ രചയിത ആരാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നു. ഇസ്കെ രചയിത പ്രസിദ്ധ കവി അരുൺ കമൽ ഹേ എന്ന് നിങ്ങൾ പറയുന്നു. അതിനുശേഷം മുഖ്യ വിഷയം എന്താണ് ഈ ഒരു കവിതയിലെ തീം എന്ന് പറയുന്നത്. ഏത് കവിത ചോദിച്ചാലും നിങ്ങൾക്ക് അതിൽ എഴുതാൻ സാധിക്കും ഇസ് കവിത ക മുഖ്യ വിഷയം. ഞാൻ നമ്മുടെ ഖുശ്ബു റസ്തേ ഹാത്ത് എന്ന് പറയുന്നില്ലാണെങ്കിൽ ആ ഒരു मेहनत का वर्ग की उनकी जो मेहनत को फल के बारे में यहाँ दर्शाया गया है. उनकी जो आर्थिक സ്ഥിതി, അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടായിരുന്നത് ഈ ഒരു കവിതയിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ് കവിത ക മുഖ്യ വിഷയം എന്താണോ അതിൽ ആധാരിത് ഹൈ, ഇസ് പർ ആധാരിത് ഹൈ, ഗരീബി പർ ആധാരിത് ഹൈ, പട്ടിണിയിലാണ് എന്ന് ഇതിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കാരണം ഇസ് ലോകത്തിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ സുഗന്ധം പരന്ന കൈകൾ സ്വയം എവിടെയാണ്, ഒരു കൂടാകരലാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ദുർഘടം പിടിച്ചൊരു സ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ മെൻഷൻ ചെയ്യാം. കവിനെ ഇസ് കവിത കെ മാധ്യം സേ ഹമേ, കവി എന്താണ് തൻ്റെ ഒരു കവിതയിലൂടെ മാധ്യമത്തിലൂടെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രേരണാതി, അങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു കവിതയിലൂടെ കവി നമുക്ക് തരുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാം. നമുക്കറിയാം മസ്ദൂറാണ്, തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് മസ്ദൂർ ലോകോക്കോ അപ്പനി ജോ ശ്രം കാ ജോ ഫൽ മിൽനാ ചാഹിയെ. തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് എന്താണ് ആ ആൾക്കാർക്ക് സംബന്ധിച്ച് അവരുടെ അധ്വാനത്തിന്റെ ഫലം അവർക്ക് ലഭിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അരുൺ കമൽ തൻ്റെ ഈ ഒരു കവിതയിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. കവിതയ്ക്ക് ഭാഷ സരൾ ഹെ, സഹജ और പ്രഭാവശാലി ഹെ. കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും എഴുതാം. ഏത് കവിത എഴുതിയാലും ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് സരളാണ്, സഹജാണ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ആണ്, പ്രഭാവശാലിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് മറക്കരുത്. ഏത് കവിത ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ്. കവിനെ ഭാവനക്കോ ബഹുത്തി സുന്ദർ ഢംഗ് സേ യഹാ വ്യക്ത് കിയാ ഹൈ. കവി തന്റെ ഭാവനകളെ ഈ ഒരു കവിതയിലൂടെ വളരെ സുന്ദരമായിട്ടുള്ള രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെൻഷൻ ചെയ്യാം. റെഡി അല്ലേ? സോ നേരെ പോവാം. ഇതിന് കൂടെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് തന്നു കഴിഞ്ഞാൽ 2 വരി, ഏതെങ്കിലും 2 വരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ലൈൻസ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ വരികൾ എനിക്ക് ഇഷ്ടമാണ്, കവിത എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല സാറേ, എന്നാലും ഞാൻ എഴുതും. എന്ത്, ഈ 2 വരി എനിക്ക് വളരെ ഇഷ്ടമാണ്. മുജേ ഇസ് കവിത കി ദോ പങ്ക്തിയാ സബ്സെ അധിക് പസന്ത് ഹൈ. ഈ കവിതയിൽ 2 വരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെറുതെ അങ്ങ് തട്ടിവിടാം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതണം. കാരണം ഈ 2 വരികൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുകൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്യൂങ്കി ഇൻ പങ്ക്തിയോ മേ ഗഹരാ അർത്ഥ छिपा है. ഈ വരികളിൽ വളരെ ആഴത്തിലുള്ള അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് അവിടെ മെൻഷൻ ചെയ്യാം. ഓർ യെ സീദേ ദിൽ കോ ഛൂ ലേത്തി ഹൈ. നേരെ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു കവിത തന്നെയാണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇതാണ് നിങ്ങൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷേ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാം. റെഡി അല്ല? യെസ്. അടുത്തൊരു കൺക്ലൂഷൻ ആയിട്ട് എപ്പോഴും ഞാൻ പറയുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഒരു ബോഡി കഴിഞ്ഞു, ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഴുതാം ഈ കവിത ഹമാരെ ഹൃദയക്കോ ഛൂ ലേത്തി ഹൈ. ഈ ഒരു കവിത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു കവിതയാണ്. അതിന് കൂടെ തന്നെ യേ ഹമേ ജീവൻ കെ വിഭിന്ന മോഡോ പർ സോച്നെ കെ ലിയെ മജ്ബൂർ കർ ദേത്തി ഹൈ. ലൈഫിന്റെ വളരെ വ്യത്യസ്ത തലങ്ങളിൽ, ഡയമെൻഷനുകളൊക്കെ നമ്മൾ ചിന്തിപ്പിക്കാൻ ഈ കവിത നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിന് കൂടെ സന്ദേശ് പരക ഓർ പ്രേരണദായക കവിത ഹൈ. വളരെ ഇൻസ്പയറിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിത തന്നെയാണ് അരുൺ കമൽ എഴുതിയിട്ടുള്ള ഖുശ്ബു റസ്തേ ഹാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കവിത എന്ന രീതിയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കണം. കവിത ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റ് എല്ലാം മറിച്ച് ഒരു ടെംപ്ലേറ്റ് തന്നെയാണ്. ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ആ കവിതയെ സൂപ്പറായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് നല്ലൊരു അപ്രീസിയേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഹിന്ദി പഠിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തോ. ठीक है बच्चों, मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद, जय हिंद, थैंक यू.